താലി പാർട്ട് 3. നീ എന്താ പെണ്ണേ ആകെ കിളിപ്പോയ പോലെ ഇരിക്കുന്നേ? ദേ മോളെ ഒന്ന് മോൻ്റെ മുറിയിലേക്ക് കൊണ്ടാക്കൂ. മുകളിൽ നിന്നിറങ്ങി താഴെ അമ്മയുടെ മുറിയിൽ കയറി ഏതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന അമ്മൂൻ്റെ കയ്യിൽ ചെറുതായൊന്ന് അടിച്ചുകൊണ്ട് ജയന്തി പറഞ്ഞപ്പോഴാണ് അവൾ ഞെട്ടലിൽ നിന്ന് ഉണർന്നത് തന്നെ. പകപ്പോടെ അവൾ മുന്നിൽ നിൽക്കുന്ന അഞ്ജുവിനെയും അമ്മയെയും നോക്കി. ഇരുവരുടെയും മുഖത്തെ സംശയം കണ്ടപ്പോൾ അവൾ അവരെ നോക്കി ഒന്നിടിച്ച് കാണിച്ചു. ഞാൻ കോളേജിലെ ഓരോ കാര്യം ഓർത്തു പോയതാ അമ്മ. എന്തോ കുറച്ചു മുന്നേ മുകളിൽ നടന്ന തൻ്റെ ഏട്ടന്മാരുടെ സംസാരം അപ്പോൾ ആരോടും പറയണ്ടെന്നും അവൾക്ക് തോന്നി. ആദ്യം സംസാരിക്കേണ്ടത് സിദ്ധുവേട്ടനോടാണ്. അറിയണം എല്ലാം ഉള്ളിലൊതുക്കി നടന്നത് എന്തിനെന്ന് അവൾ ഓർത്തു. ഓ അതാണോ? സമയം ഒരുപാടായി. നീ അഞ്ജുമോളെ സിദ്ധുവിൻ്റെ മുറിയിലാക്കി പോയി കിടക്കാൻ നോക്കൂ. ജയന്തി അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അഞ്ജു വെപ്രാളത്തോടെ അവരുടെ കയ്യിൽ പിടിച്ചു. അമ്മേ എന്താ മോളെ? അതമ്മേ ഞാനെങ്ങനെ? എനിക്ക് പേടിയാ അമ്മേ. എന്നോട് ദേഷ്യമെങ്ങാനും ഉണ്ടാവോ? കണ്ണു നിറച്ചുകൊണ്ട് പറയുന്നവളെ അവർ അലിവോടെ നോക്കി. അവരവളെ ചേർത്ത് പിടിച്ച് നെറുകയിലൊന്ന് ചുംബിച്ചു കൊണ്ട് പറഞ്ഞു. മോളുടെ ഉള്ളിലെ ചിന്തകൾ എന്താണെന്ന് അമ്മയ്ക്കൊരുവിധം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുറപ്പ് അമ്മ എൻ്റെ മോൾക്ക് തരാം. സിദ്ധുവിൻ്റെ ഭാഗത്തു നിന്ന് മോളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം പതുക്കെ പതുക്കെ പരസ്പരം മനസ്സിലാക്കി ഒത്തൊരുമയോടെ സ്നേഹത്തോടെ നിങ്ങൾ ജീവിക്കണം. അത് തന്നെ. ഏട്ടത്തി ചേട്ടൻ്റെ മുഖത്തെ ഗൗരവം കണ്ട് ഓരോന്നും ചിന്തിച്ചു കൂട്ടി പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഏട്ടനെ ഒന്ന് അടുത്തറിഞ്ഞു നോക്കൂ. അപ്പോൾ ഏട്ടത്തിക്ക് മനസ്സിലാവും ഏട്ടൻ എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ. അതുകൊണ്ട് ധൈര്യമായി എൻ്റെ കൂടെ വാ. ജയന്തി പറഞ്ഞതിന് പുറമെ അമ്മുവും അത് പറഞ്ഞുകൊണ്ട് അഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നപ്പോൾ പരിഭ്രമത്തോടെ ആണെങ്കിലും അവർ നൽകിയ വാക്കിൻ്റെ പുറത്ത് അവൾ കൂടെ ചെന്നു. അതൊന്ന് നോക്കി ചിരിയോടെ ജയന്തി മുഖം മാറ്റിയപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ഡയാനയെ കണ്ടത്. അവളെ കാണവേ ഒരു മാത്ര ജയന്തിയുടെ നെഞ്ചൊന്ന് വിങ്ങിപ്പോയി. മകൻ്റെ ഭാര്യയാണ്. പക്ഷേ അംഗീകരിക്കാനോ ചേർത്ത് നിർത്താനോ മനസ്സ് വരുന്നില്ല. അഞ്ജുമോളോട് ആദർശ് ഇങ്ങനൊരു ചതി ചെയ്യാതെയാണ് ഡയാനയുമായി മുന്നിൽ വന്നത് എങ്കിൽ 2 കൈയും നീട്ടി താൻ തന്നെ സ്വീകരിച്ചേനെ. പക്ഷേ ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരുവരും ഏവരെയും ചതിച്ചു. അതിൽ നിന്ന് എന്ത് നേടി? അവളെ നോക്കിക്കൊണ്ട് ജയന്തി ഓർത്തു. ഡയാന കിടക്കുന്നില്ലേ? അവർക്ക് മുന്നിലൂടെ പോകുമ്പോൾ അവരൊന്ന് ചോദിച്ചു. എന്നാൽ അത് കേട്ട് അവൾക്ക് ദേഷ്യം വരികയാണ് ഉണ്ടായത്. ഓ അപ്പോൾ എന്നെയൊക്കെ അമ്മ കാണുന്നുണ്ടല്ലേ? ഞാൻ കരുതി ആ നീലാഞ്ജന മാത്രമേ നിങ്ങളുടെയൊക്കെ കണ്ണിലുള്ളൂ എന്ന്. പിന്നെ നിങ്ങൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുവാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പോയവളേക്കാൾ ഇവിടെ അധികാരം എനിക്കാണ്. ഞാനാണ് മൂത്ത മരുമകൾ. അതാരും മറക്കണ്ട. വല്ലാത്ത ദേഷ്യത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് കയ്യിലെ ബോട്ടിൽ വെള്ളവുമായി അവൾ സ്റ്റെയർ ഇറങ്ങിപ്പോയപ്പോൾ ജയന്തി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. ശേഷം ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവെയാണ് വാതിൽക്കൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ബാലനെ അവർ കണ്ടത്. കിടക്കാനായില്ലേ മാഷേ? അയാളെ നോക്കി നേർത്തൊരു പുഞ്ചിരിയോടെ അവർ ചോദിച്ചപ്പോൾ അയാൾ ഒരു നിമിഷം അവരെ നോക്കി. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയപ്പോൾ തനിക്കൊരു വിഷമവും തോന്നിയില്ലടോ? അയാൾക്ക് ചോദിക്കാതിരിക്കാനായില്ല. അയാളുടെ ചോദ്യം കേട്ടപ്പോൾ അവരതേ പുഞ്ചിരിയോടെ നോക്കി. എൻ്റെ വിഷമത്തിന് പോലും അവരർഹരല്ല മാഷേ. ഇത്രയും ചെയ്തു കൂട്ടിയിട്ടും അവർക്കതിൽ യാതൊരു കുറ്റബോധവും പോലും ഇല്ലല്ലോ. ഒന്ന് ക്ഷമ ചോദിക്കേണ്ട മനസ്സ് പോലുമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അവരെന്ത് പറഞ്ഞാലും അതെന്നെ ബാധിക്കില്ല. മാത്രമല്ല എൻ്റെ മനസ്സിലിപ്പോൾ അഞ്ജുമോളുടെ നല്ല ഭാവി മാത്രമേ ഉള്ളൂ. എനിക്കറിയാം എൻ്റെ സിദ്ധുവിനെ. ഒന്നുമില്ലെങ്കിലും ഞാൻ വളർത്തിയ എൻ്റെ മോനല്ലേ. അവൻ അവളെ പൊന്നുപോലെ നോക്കും. ആത്മവിശ്വാസത്തോടെ പറയുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് തന്നെ കയറുമ്പോൾ അയാളുടെ ഉള്ളിലും അത് തന്നെയായിരുന്നു. പക്ഷേ അപ്പോഴും പെട്ടെന്ന് തന്നെയുള്ള സിദ്ധുവിൻ്റെ ഈ തീരുമാനം അതെന്തുകൊണ്ടാണെന്ന ചിന്ത അയാളിൽ നിറയുന്നുണ്ടായിരുന്നു. സമയം കിട്ടും പോലെ അവനോട് ചോദിച്ച് മനസ്സിലാക്കാം എന്നയാൾ മനസ്സിൽ കരുതി. ഇതേസമയം മുകളിൽ സിദ്ധുവിൻ്റെ മുറിക്ക് മുന്നിൽ എത്തിയ അമ്മു ഒരു നിമിഷം അഞ്ജുവിൻ്റെ കയ്യിലെ പിടിവിട്ട് കൊണ്ട് അവളെ നോക്കി. വിയർത്ത് കുളിച്ച് വിറയലോടെ പരിഭ്രമത്തോടെ നിൽക്കുന്നവളെ അമ്മു ഏറെ സ്നേഹത്തോടെ നോക്കി.
എൻ്റെ ഏട്ടത്തി ഇങ്ങനെ പേടിച്ച് വിറച്ചാൽ ഏട്ടനെ മുഖാമുഖം കാണുമ്പോഴേക്കും ബോധം പോകുമല്ലോ. അമ്മു, എനിക്ക് പേടിയാവാ. വീണ്ടും പഴയ പല്ലവി തന്നെ പറയുന്നവളെ അമ്മു കൂർപ്പിച്ച് നോക്കി. ദേ, ഇങ്ങനെ പേടിക്കാൻ മാത്രം എൻ്റെ ഏട്ടത്തിയെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. മര്യാദയ്ക്ക് നല്ല കുട്ടിയായി അകത്തേക്ക് കയറിയാട്ടെ. പിന്നെ ഏട്ടൻ ഒരുപാട് കാര്യങ്ങൾ ഏട്ടത്തിയോട് പറയാനുണ്ടാകും. എല്ലാം സമാധാനത്തോടെ കേട്ട് നല്ലൊരു തീരുമാനമെടുക്കണേ. അവസാനം അമ്മ പറഞ്ഞതൊന്നും മനസ്സിലായില്ല എങ്കിലും അവളെ നോക്കി പതിയെ തലയാട്ടിക്കൊണ്ട് ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അഞ്ജു പതിയെ സിദ്ധുവിൻ്റെ മുറിയിൽ കയറിയപ്പോൾ അതൊന്ന് നോക്കിക്കൊണ്ട് മനസ്സ് നിറഞ്ഞ ചിരിയോടെ അമ്മു തൻ്റെ മുറിയിലേക്ക് പോയി. സിദ്ധുവിൻ്റെ മുറിയിൽ കയറിയ അവളൊരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി. ഈ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ടെങ്കിലും നിന്നിട്ടുണ്ടെങ്കിലും സിദ്ധുവിൻ്റെ മുറി അവൾ കണ്ടിരുന്നില്ല. പണ്ട് മുതലേ കണ്ടാൽ ഗൗരവത്തിൽ മാത്രം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നവനെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് പേടിയായിരുന്നു. എന്നാൽ ആദർശ് അങ്ങനെ ആയിരുന്നില്ല. കണ്ടാൽ 2 വാക്ക് സംസാരിക്കുമായിരുന്നു. വിശേഷം ചോദിച്ചറിയുമായിരുന്നു. ഓരോന്നോർത്ത് കൊണ്ടവൾ നേരെ നോക്കിയത് ബാത്റൂമിൽ നിന്നിറങ്ങുന്ന സിദ്ധുവിൻ്റെ മുഖത്തേക്കായിരുന്നു. ഒരു മുണ്ടാണ് വേഷം. ദേഹത്തുള്ള തോർത്തിൻ്റെ അറ്റം കൊണ്ട് തല തുടച്ചുകൊണ്ട് റൂമിലേക്ക് വരുന്നവനെ അവൾ ഒരു വിറയലോടെ നോക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിൽ ചാരി നിന്ന് പോയി. നില, കുറച്ചു നേരമായോ വന്നിട്ട്? അവൻ്റെ ചോദ്യം കേട്ടവൾ ഒരു നിമിഷം കണ്ണും വിടർത്തിക്കൊണ്ട് അവനെ നോക്കി.